ഡിയർ ഫ്രണ്ട്സ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പെട്ടെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം ഓപ്ഷൻ അറേഞ്ച്മെൻറ്റ്. അതായത് നിങ്ങളിപ്പോൾ റൈറ്റ് നൗ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ തൃപ്തരാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത കൺഫർമേഷൻ ചെയ്യണമെന്നില്ല, അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പോകണമെന്നില്ല. നിങ്ങൾക്ക് കിട്ടിയതിൽ തൃപ്തരാണെന്ന് നിങ്ങൾക്ക് കൊടുത്തിട്ട് കൺഫർമേഷൻ അടുത്ത അലോട്ട്മെൻറ്റിൽ കൺഫർമേഷൻ കൊടുക്കാതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ആ കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാനുള്ള അവസരം റെഡിയാക്കി വെക്കാം. ഓക്കെ, ഇനി ഹയർ ഓപ്ഷൻ വേണം, അല്ലെങ്കിൽ ഇതുവരെ കിട്ടാത്തവർ, ഇതുവരെ ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവർക്ക് മേളിലുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് കൺഫർമേഷൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഇനി അതിനകത്ത് റീ അറേഞ്ച്മെൻറ്റ്, ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം. റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇനിയെങ്കിലും മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ഒരുപാട് പേര് പല രീതിയിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്തിട്ട് ട്രാപ്പായി ഇരിപ്പുണ്ട് പല സീറ്റുകളിലും. അപ്പോൾ അവർക്കൊക്കെ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് മുൻ വർഷത്തെ തൊട്ട് മുമ്പത്തെ വർഷത്തെ പോലെ അനുവദിക്കാനായിട്ട് ഒരു മനസ്സ് കാണിച്ചാൽ മാത്രമാണ് അവർക്ക് ഇനി ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇപ്പോൾ ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻറ്റിൻ്റെ സ്റ്റേജിലെങ്കിലും ആ ലോജിക്ക് നിങ്ങൾ മറന്നു പോകരുത്. ലോജിക്ക് ഇത്രയേ ഉള്ളൂ, കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പാടുള്ള, ഏറ്റവും ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള കോളേജും കോഴ്സും ആയിരിക്കണം നിങ്ങളുടെ മേളിലുള്ളതിൽ ഏറ്റവും മേളിൽ വെക്കേണ്ടത്. നിങ്ങളുടെ ഹയർ ഓപ്ഷൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മേളിൽ നിങ്ങൾ വെക്കേണ്ടത്, കിട്ടാൻ ഏറ്റവും പാടായിട്ടുള്ളത്. കട്ട് ഓഫ് റാങ്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ റാങ്ക് വൈസ് ഏറ്റവും ഹയർ റാങ്ക്, ഏറ്റവും നല്ല റാങ്ക് കട്ട് ഓഫ് ആയിട്ട് നിൽക്കുന്ന കോളേജും കോഴ്സും ഏറ്റവും മേലെ, കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളത് ഏറ്റവും താഴെ. ഈ ഓർഡറിൽ എവിടെയെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അതായത് എളുപ്പമുള്ളത് എപ്പോഴെങ്കിലും മേലെ വന്നു, പാടുള്ളത് താഴെയാണെങ്കിൽ ഈ എളുപ്പമുള്ളത് കിട്ടിപ്പോകുമ്പോൾ താഴെ പാടായിട്ടുള്ളത്, അതായത് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള നല്ല കോഴ്സും കോളേജും നിങ്ങൾക്ക് മിസ്സായി പോകും. അപ്പോൾ ആ ലോജിക് മിസ്റ്റേക്ക് ഇനിയെങ്കിലും വരുത്തരുത്. തേർഡ് അലോട്ട്മെൻറ്റിൽ ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഉറപ്പ് കിട്ടിയാൽ, അങ്ങനെ ഒരു സംഗതി വന്നാൽ ട്രാപ്പായി കിടക്കുന്നവർക്ക് ഒരു മോക്ഷപ്രാപ്തി ഉണ്ടാവും. അല്ലാത്ത പക്ഷം നിങ്ങൾ പെർമനൻ്റ്ലി ഈ പറഞ്ഞ മിസ്റ്റേക്കിന് ഇരകളാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കൺഫർമേഷൻ കൊടുക്കുന്ന കാര്യം. കൺഫർമേഷൻ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ, തേർഡ് അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ ഒക്കെ എന്തിനാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കാനാണ്. അതിൻ്റെ ആവശ്യമില്ല. തൊട്ട് മുമ്പത്തെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ അത് കൊടുക്കാതെ നിങ്ങൾക്ക് ആ മുമ്പത്തെ കോളേജിൽ തന്നെ ഫിക്സ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇനി കോളേജിൽ പോകുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. കോളേജിൽ പോകുമ്പോൾ കോളേജിൽ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അലോട്ട്മെൻറ്റ് മെമ്മോ മാറും എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് അല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ വരും. ആ മെമ്മോ അത് പ്രിൻ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അത് കൂടാതെ വേറെയും കുറച്ച് ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫീസിൻ്റെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ടോക്കൺ ഫീ മാത്രമേ അടച്ചിട്ടുള്ളൂ. കോളേജ് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഫീസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. എക്സ്ട്രാ ഫീസുകളുണ്ടാവും, സ്പെഷ്യൽ ഫീസുകളുണ്ടാവും, കോഷൻ ഡെപ്പോസിറ്റുകൾ കാണും, PTA ഫണ്ടുകൾ കാണും. ഇതെല്ലാം എക്സ്ട്രാ ആയിട്ട് കോളേജ് പറയുന്നതനുസരിച്ച് നിങ്ങളത് അടയ്ക്കേണ്ടി വരും. ആ ഫോർമാലിറ്റിയും ഫീസിൻ്റെ ഫോർമാലിറ്റിയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ രണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ആ അഡ്മിഷൻ പ്രൊസീജിയർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വീണ്ടും പുറത്തായിരിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ടോക്കൺ ഫീ അടയ്ക്കാത്തവർ പുറത്താക്കിയില്ല, അതുപോലെ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ പുറത്താവും എന്നുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തൊട്ട് മുമ്പത്തെ വർഷത്തിൽ മാത്രം ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായിരുന്നു. അഡ്മിഷൻ എടുക്കാതെ കണ്ടിന്യൂ ചെയ്യാനും കുട്ടികൾക്ക് പറ്റി. തേർഡ് അലോട്ട്മെൻറ്റിൽ ഫ്രഷ് ആയിട്ട് അലോട്ട്മെൻറ്റ് വിളിച്ചു, 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ വീണ്ടും അലോട്ട് ചെയ്യാമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇത്തവണ വരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇത്തവണത്തെ റൂൾ എന്താണെന്നുള്ളത്. അപ്പം കഴിഞ്ഞ വർഷത്തിൽ ഒരു ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഇത്തവണ അത് വരണമെന്ന് നിർബന്ധമില്ല. സോ നോട്ടിഫിക്കേഷനിൽ അലേർട്ടായിരിക്കണം. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തന്നെ പ്രൊസീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കോളേജ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് വളരെ വളരെ ശ്രദ്ധിക്കുക. അതിനകത്ത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് 6 മാസത്തിലൊക്കെ ഇൻവാലിഡ് ആയി പോയതുണ്ടാവും. റിപ്പീറ്റേഴ്സ് തീർച്ചയായിട്ടും പുതിയ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. പല കോളേജുകളിലും അത് ഡിമാൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് തരുന്നില്ല എങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ഒരു ഗവൺമെൻറ് ഓഫീസിൽ നിന്ന് ഗസറ്റഡ് ഓഫീസറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുക്കാം. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, അതായത് ഹയർ സെക്കൻഡറി +2ൻ്റെ മാർക്ക് ലിസ്റ്റ്. ഇനി അതിനകത്ത് തന്നെ വീണ്ടും നിങ്ങൾ ഇഫ് ആപ്ലിക്കബിൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ സമർപ്പിക്കേണ്ടതായിട്ട് വരാം. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേരള ഹയർ സെക്കൻഡറി ബോർഡോ CBSEയോ ISEയോ അല്ലാതെയുള്ള മറ്റേതെങ്കിലും ബോർഡിൻ്റെയൊക്കെയാണ് എക്സാം എഴുതിയെങ്കിൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നും അല്ലാതെ മറ്റേതെങ്കിലും ബോർഡാണ് എഴുതിയെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും, അതുപോലെ കേരളത്തിന് പുറത്താണ് പഠിച്ചതെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഒക്കെ ആപ്ലിക്കബിൾ ആണ്. അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ ആ സർട്ടിഫിക്കറ്റോടെ വെക്കണം. കൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനക്ഷർ നമ്പർ 17B കിടക്കുന്ന എഞ്ചിനീയറിംഗിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് ഏറ്റവും മിനിമം അസിസ്റ്റൻറ്റ് സർജൻ ഓർ അതിന് മേളിലോട്ടുള്ള ആൾക്കാരിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത് വാങ്ങിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കോളേജിൽ കൊടുക്കേണ്ട ഒരു ഡോക്യുമെൻ്റ് ആണ്, തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഡോക്യുമെൻ്റ് ആണ്. പിന്നീട് ഫീ റെമിറ്റ് ചെയ്യേണ്ട റെസിപ്റ്റ്, നിങ്ങളിപ്പോൾ ടോക്കൺ ഫീ അടിച്ചു, അതൊക്കെ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ കരുതണം. കൂടാതെ കീമിൻ്റെ ഡേറ്റ ഷീറ്റ്, അതായത് സ്കോർ ഷീറ്റ്, എൻട്രൻസിൻ്റെ മാർക്ക് കാണിച്ചിട്ടുള്ള സ്കോർ ഷീറ്റ്,
ഡേറ്റാ ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നീട് അലോട്ട്മെൻറ്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ ദ CE. നിങ്ങൾ ഏത് കോളേജിൽ പോകുന്നു ആ കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് CE തന്ന ആ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ PDF-ൻ്റെ പ്രിൻറ്റ്, ഓക്കെ, അതും കൊണ്ടുപോകണം. പിന്നെ മറ്റെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ആ മെമ്മോയിൽ റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് കൊണ്ടുപോകണം. കൂടാതെ നിങ്ങൾ എന്തൊക്കെ ക്ലെയിമുകൾ, അതായത് നോൺ ക്രീമി ലെയറോ ഇൻകം സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് FW സീറ്റാണൊക്കെ കിട്ടിയതെങ്കിൽ ഉറപ്പായിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ OEC കാറ്റഗറി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടിയെങ്കിൽ OEC കാറ്റഗറി ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇതെല്ലാ സർട്ടിഫിക്കറ്റ്സും കൃത്യമായിട്ട് എൻ്റെ ഒറിജിനൽസ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇൻ കേസ് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൂടെ നിങ്ങൾക്ക് കുസാറ്റിൻ്റെയോ മറ്റേതെങ്കിലും കോളേജിൻ്റെ സ്പോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്മിഷൻ നിങ്ങൾ അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു നേഴ്സിംഗിൻ്റെ എന്തോ ഒരു അലോട്ട്മെൻറ്റിൻ്റെ കേസിൽ. അപ്പം ഈ സർട്ടിഫിക്കറ്റുകൾ അപ്പോൾ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ കോളേജിൽ അത് നേരത്തെ പറയുകയും അതിനുള്ള റിക്വസ്റ്റ് എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്റ്റേജിൽ വേറൊരു പർട്ടിക്കുലർ അലോട്ട്മെൻറ്റിന് വേണ്ടി ഇത് ആവശ്യമുണ്ടെങ്കിൽ അത് പേപ്പറിൽ എഴുതി കൊടുക്കണം എന്നും അവിടുന്ന് കൃത്യമായിട്ട് അനുവാദം വാങ്ങിക്കണമെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഇത് കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് വീണ്ടും ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകുന്നു മനസ്സിലാക്കുക. അവിടെ ചെല്ലുമ്പോൾ എഗെയിൻ എന്തൊക്കെ വേണം, ഫീസും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ നിന്ന് തിരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പോയി അഡ്മിഷൻ എടുത്ത കോളേജിൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോൾ ചുരുങ്ങിയ സമയമായിരിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പെട്ടെന്ന് പോയി അഡ്മിഷൻ എടുത്തോളാനായിട്ട് ആ സമയത്ത് CE പറയും. ഇതിനൊക്കെ ഒരു ഷെഡ്യൂളുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഷെഡ്യൂൾ പറയും. ഷെഡ്യൂൾ ഒരു ലിസ്റ്റായിട്ട്, ഒരു ടേബിളായിട്ട് തരും. അതായത് ഇലക്ട്രോണിക്സ് കിട്ടിയവർ ഇന്ന ദിവസം ഇന്ന സമയത്ത് പോവുക, കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയവർ ഇന്ന ദിവസം ഇന്ന സമയത്ത് പോകുക എന്നൊക്കെ പറയും. ആ സമയത്ത് തന്നെ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അതേപോലെ തന്നെ ഷെഡ്യൂൾ വരുന്ന സമയത്ത് നിങ്ങൾ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട സമയത്ത് ഉള്ള പ്രശ്നം, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ ഇരിക്കുകയായിരിക്കും. അത് അവിടെ പോയി കളക്ട് ചെയ്ത് വീണ്ടും പുതിയ സ്ഥലത്ത് പോകണമെങ്കിൽ ആ ഒരു മിനിമം ടൈമിനുള്ളിൽ നടക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉടനടി അതിനകത്ത് നടപടികൾ സ്വീകരിക്കണം. ഉടനടി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഡിലേ, ഈ ന്യൂസ് കേൾക്കാണ്ട് ഒരു ദിവസം ഡിലേ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് വലിയ പ്രശ്നം വരും. കാരണം എന്താ, അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവുമെന്ന് പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കുക. പിന്നീട് റീഫണ്ടിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ കേട്ടു, ഫീസും റീഫണ്ടും. റീഫണ്ടിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, പ്ലെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് റീഫണ്ട് കിട്ടും ഇൻ കേസ് നിങ്ങൾ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ബാക്കി നിൽക്കുകയാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമോ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമോ ഒക്കെയാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് കീം അല്ല വേറെ എന്തെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്ത 2000 അല്ലെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് 500 ആ ഒരു എമൗണ്ട് മാത്രമേ നഷ്ടപ്പെടുത്തുള്ളൂ. അതല്ല, നിങ്ങൾ വീണ്ടും അവിടെ തന്നെ നിന്നു, ആ സീറ്റ് പിടിച്ചു നിന്നു, അവസാന നിമിഷം വരെ നിന്നു, ക്ലാസ് തുടങ്ങി, എന്നിട്ടൊക്കെയാണ് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ആ സീറ്റിലേക്ക് പകരം ഒരാൾ വരണം, എങ്കിലേ നിങ്ങൾക്ക് ആ ഫീസ് തിരിച്ച് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻ കേസ് അല്ലാതെ നിങ്ങൾ അവിടെ നിന്നു, അവിടെ ആ സീറ്റ് ഫില്ലും ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് എടുക്കാനും നിങ്ങളുടെ നിന്ന് പിഴ ഈടാക്കാനും ഒക്കെയുള്ള പ്രൊവിഷൻസ് പ്രോസ്പെക്ടസിലുണ്ട്. അപ്പം ഇറങ്ങിപ്പോകുന്നവർ ഏകദേശം മറ്റ് പ്ലാനുകളൊക്കെ ഫിക്സ് ആയവർക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ ഒക്കെ ഇറങ്ങിപ്പോകാം. തേർഡിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അതിനകത്ത് പതുക്കെ റിസ്ക് തുടങ്ങുകയാണ്, ക്ലാസ് തുടങ്ങുകയാണ്. അതിന് ശേഷം പിന്നെ സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് ഉണ്ട്, മോപ്പപ്പ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ആ വേക്കൻസി, ആ സീറ്റ് ഫില്ലായെന്ന് വരാം. പക്ഷെ അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾ റിസ്കിൽ നിന്ന് മാറുന്നത്, നിങ്ങൾക്ക് ആ ഫണ്ട്, നിങ്ങൾ അടച്ച ഫീസ് റീഫണ്ട് ആവുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കൂടുതൽ ഇൻഫർമേഷന്, കൂടുതൽ ക്ലാരിറ്റിക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇൻ ജനറലും മുൻ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ മറുപടികൾ പറഞ്ഞത്. പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ, അതായത് ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോഴുള്ള കാര്യം, അവിടെ പഠിക്കുന്ന സബ്ജക്ട്സിനെ പറ്റി, ഗേറ്റ് പ്രിപ്പറേഷനെ പറ്റി, അതുപോലെ മൈനേഴ്സിനെയും ഓണേഴ്സിനെയും ഒക്കെ പറ്റി, അപ്പോൾ ഇത്തരത്തിലുള്ള എലക്റ്റീവിനെ പറ്റി, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ വിസിറ്റിനെ പറ്റി, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കീവേഡ്സിനെ പറ്റി, അതുപോലെ ഈവൻ ലോണിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നു. അപ്പം സ്കോളർഷിപ്പുകളെ പറ്റി, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ലൈവായിട്ടും റെക്കോർഡറായിട്ടും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നമ്മുടെ M-Sigma-യുടെ കീം നാവിഗേറ്റർ ചാനലിൽ കൃത്യമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്കൊക്കെ വന്നിട്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ടീം അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ തരും. അപ്പോൾ മുന്നോട്ടുള്ള ജേർണിയിൽ കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് M-Sigma ഗോകുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും തരുന്നതായിരിക്കും. മറ്റ് എന്തെങ്കിലും ജനറൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻസിൽ പേസ്റ്റ് ഇടാം, അവിടെ ടൈപ്പ് ചെയ്യാം. അതിനുള്ള മറുപടികൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.